അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയധികം സന്തോഷത്തിലാണ്. കാരണം പരിശുദ്ധമായ റമദാൻ ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. 2024 റമദാനിൽ ധാരാളം നന്മകൾ കരസ്ഥമാക്കാനായിട്ടുള്ള വലിയ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. 1-ന് 10 എല്ലാത്തിനും ഇരട്ടി പ്രതിഫലമുള്ള പരിശുദ്ധമായ റമദാൻ മാസമാണ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ധാരാളം രീതിയിൽ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നമ്മളെ അമലുകളുടെ വിഷയത്തിലായിക്കോട്ടെ, നമ്മളുടെ ദിക്റിന്റെ വിഷയത്തിലായിക്കോട്ടെ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന്റെ വിഷയത്തിലായിക്കോട്ടെ, മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിലായിക്കോട്ടെ, റമദാന് മുന്നോടിയായിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. നമ്മളുടെ ഈ എപ്പിസോഡ്സ് എല്ലാം തന്നെ വെറുതെ യൂട്യൂബിൽ വെറുതെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു നോട്ട്ബുക്കോട് കൂടിയും നിങ്ങളൊരു പേനയും നോട്ട്ബുക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടാവും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ബാബുൽ ഇൽമിന്റെ 6 മന്ത് തജ്വീദിന്റെ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്തായാലും പരിശുദ്ധമായ ഖുർആൻ തജ്വീദോടുകൂടി ഓതാൻ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സമയം വളരെ കുറവാണ്, അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പില്ല, അള്ളാന്റെ കയ്യിലാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ആഫിയത്തും ദീർഘായുസും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലീനിന്റെ പാഠത്തെ പറ്റിയിട്ടാണ്. ലീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിന്റെ 2 അക്ഷരങ്ങളാണുള്ളത്, വാവ് യാ അല്ലെ. സുക്കൂനുള്ള യാവും സുക്കൂനുള്ള വാവുമാണ് ഉണ്ടാവുക. അതിനു മുൻപ് ഫത്ഹ്, വാവിന് മുൻപ് ഫത്ഹാണ്. നമ്മൾ ഇതിനു മുൻപ് മദ്ദിന്റെ പാഠം പഠിച്ചിട്ടുണ്ട്. മദ്ദിന്റെ അക്ഷരങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ്. മദ്ദിന്റെ അക്ഷരങ്ങൾ അലിഫ്, യാ, വാവ്. എങ്ങനെയാണ് മദ്ദിന്റെ അക്ഷരങ്ങളെ തിരിച്ചറിയുക? അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, സുക്കൂനുള്ള യാവിന് മുമ്പുള്ള അക്ഷരത്തിന് കസർ, സുക്കൂനുള്ള വാവിന് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മ്. ഞാൻ വിവരിക്കുന്നില്ല, മുമ്പ് ഇതെല്ലാം ഡീപ്പായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് അത് കാണുക. കഴിഞ്ഞ വീഡിയോയിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾക്കും ലീനിന്റെ വാവ് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ ലീനിന്റെ വാവ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ റുമാനി. സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി. അപ്പോൾ ലീനിന്റെ വാവ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് കൂട്ടി വായിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹിജ്ജ ചെയ്ത് വായിക്കുക എന്നുള്ളതാണ്. എന്താണ് ഹിജ്ജ ചെയ്ത് വായിക്കുക? ഓരോ അക്ഷരത്തെയും മുറിച്ച് വായിക്കുന്നതിനെയാണ് നമ്മൾ ഹിജ്ജ ചെയ്ത് വായിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതില് നമ്മൾ ഈ സീരീസ് ധാരാളം പേര് റെഗുലർ ആയിട്ട് കാണുന്നുണ്ട്. അവർ ഓൾറെഡി കൂട്ടി വായിക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റിയിലോട്ട് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ പുതിയതായിട്ട് വരുന്ന ആളുകളുണ്ട്, അവരെയും ഞാൻ പരിഗണിക്കണം. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഞാൻ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കൂട്ടി വായിച്ച് തന്നതിന് ശേഷം ഇത് റെഗുലർ ആയിട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഹിജ്ജ ചെയ്തും പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഔ ഫി, ഇവിടെ ഏതാണ് ലീനിന്റെ വാവ്? ഔ അല്ലെ. സുക്കൂനുള്ള വാവിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് വന്നത് കൊണ്ട് ലീനിന്റെ വാവാണ്. ലീനിന്റെ വാവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മയമായ ശബ്ദത്തിൽ വേഗത്തിൽ ഉച്ചരിക്കണം. നമ്മൾ മദ് പഠിച്ചത് എന്താണ്? വേഗത്തിൽ ഉച്ചരിക്കാനല്ല, നീട്ടാനാ പഠിച്ചത് മദ്ദിന്റെ പാഠത്തില്. ഈ ലീൻ വരുമ്പോ നീട്ടാൻ നിൽക്കരുത്, നീട്ടാൻ പാടില്ല, ശ്രദ്ധിക്കണേ. ഔഫി, ഔഫി, തെറ്റാണ്. ഔഫി, മയമായ ശബ്ദത്തിൽ വേഗത്തിൽ വായിക്കണം. ഓക്കെ. ഹൗല, ഹൗല, ഹൗ, ലീനിന്റെ വാവ്. സൗമു, ലീനിന്റെ വാവ്. സൗ, സൗഫ, ലീനിന്റെ വാവ്. സൗ, കൗസറ, സുക്കൂനുള്ള വാവിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് വന്നതുകൊണ്ട് ലീനിന്റെ വാവാണ്. ശറൗഹു, ശറൗഹു, റായിന്റെ മഖ്റജൊക്കെ ശ്രദ്ധിക്കണം. ഷറ എന്ന് പറയുന്നത് ഷറൗ. ഇതിന്റെ എല്ലാം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണ്, വെറുതെ പഠിക്കാൻ പറ്റും. ശറൗഹു, ശറൗഹു, റൗ, ലീനിന്റെ വാവ്. യാ ഖൗമി, യാ ഖൗമി എന്ന് വായിക്കരുത്. യാ ഇനി നീട്ട് ഫത്ഹാണ്. നീട്ട് ഫത്ഹ് വന്നാൽ നീട്ടണം. യാ ഖൗമി, യാ ഖൗമി, ഖൗ, ലീനിന്റെ വാവ്. ബനൗഹ, ബനൗഹ, ബനൗ, നൗ, നൗല് എന്താ ഉള്ളത്? നൗവില് ലീനിന്റെ വാവ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ഇത് എന്റെ പഴയ ഓഡിയൻസ് റെഗുലർ ആയിട്ട് കാണുന്നവർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇത്തിരി ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എന്നാലും പരിശ്രമിച്ച് നോക്ക്. ഞാൻ ഹിജ്ജ ചെയ്ത് വായിച്ചു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഹിജ്ജ ചെയ്ത് വായിച്ചു തരാൻ വേണ്ടി പോവാണ്, റെഗുലർ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. ഔ ഫി, ഹംസ വാവ് ഫത്ഹ് ഔ,
ഫാ കസർ ഫി ഔഫി. ഇവിടെ ഞാൻ ഈ അലിഫിന് എന്തിനാ ഹംസ എന്ന് വിളിച്ചേ? ഇത് അലിഫല്ലേ, ഞാൻ എന്തിനാ ഹംസ എന്ന് വിളിച്ചേ? ഹർക്കത്തിന്റെ പാഠത്തിന്റെ വീഡിയോസ് ഒന്ന് പോയി കാണുക. അലിഫിന് ഹർക്കത്തുണ്ടായാൽ ഹംസ എന്നാ പറയാ. അലിഫിന് ഹർക്കത്തുണ്ടായാൽ ഹംസ എന്ന് പറയും. ഫത്ഹോ കസറോ ലൊമ്മോ വന്നാൽ പിന്നെ അലിഫ് എന്ന് വിളിക്കാൻ പാടില്ല, ഹംസ എന്നേ വിളിക്കാൻ പാടുള്ളൂ. ഔ നീന്റെ വാവ്. ഹൗല ഹ വാവ് ഫത്ഹ് ഹൗ, ലാം ഫത്ഹ് ല, ഹൗല. സ്വാദ് വാവ് ഫത്ഹ് സൗ, മീം ലൊമ്മ മു, സൗമു. സൗഫ സീൻ വാവ് ഫത്ഹ് സൗ, ഫാ ഫത്ഹ് ഫ, സൗഫ. ലീമിന്റെ വാവ്. കൗസറ കാഫ് വാവ് ഫത്ഹ് കൗ, ثا فتح ثا كوث، را فتح را كوثر. شروه شين فتح شا، را واو فتح رو شرو، ها ضمه شروه. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കമന്റ് ആണ് എനിക്ക് വീഡിയോ ചെയ്യാനും ഇതേപോലെയുള്ള ധാരാളം അറിവുകൾ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ടുള്ള ആകെയുള്ള ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. കമന്റ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. യാ ഖൗമി, യാ നീട്ട് ഫത്ഹ് യാ, ഖാഫ് വാവ് ഫത്ഹ് ഖൗ, ഇതിന്റെ വാവ്. മീം കസ്ർ മി, യാ ഖൗമി, യാ ഖൗമി. അങ്ങനെ വായിക്കരുത്, മയമായ ശബ്ദത്തിൽ വേഗത്തിൽ വായിക്കണം. യാ ഖൗമി ബനൗഹാ, ബനൗഹാ. ബാ ഫത്ഹ് ബ, നൂൻ വാവ് ഫത്ഹ് നൗ, ബനൗ. ഹാ അലിഫ് ഫത്ഹ് ഹാ, ബനൗഹാ. മദ്ദിന്റെ അലിഫാണേ, മദ്ദിന്റെ അലിഫാണേ. ഇത് ഞാൻ വായിച്ചു തരാൻ വേണ്ടി പോവാണ്. മൗഊദതു, മൗഊദതു. മീം വാവ് ഫത്ഹ് മൗ, ഹംസ നീട്ട് ലമ്മ ഊ, മൗഊ. ദാൽ ഫത്ഹ് ദ, മൗഊദ. താ ലമ്മതു, മൗഊദതു. ഇതിലെല്ലാം ലീനിന്റെ വാവിനാന്ത് ചുമ്മ ഒന്ന് വരച്ചു തരാണ്. ചുമ്മ നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ലീനിന്റെ വാവ് ഞാൻ വരച്ചു തരാണ്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ മറ്റോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. സ്ക്രീൻഷോട്ട് എടുക്കുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്യാഗം എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇതേപോലുള്ള അറിവുകൾ എത്തിച്ചു തരുന്നത്. എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ യൂട്യൂബ് അൽഗോരിതം നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതേപോലുള്ള ഗുണമായിട്ടുള്ള വീഡിയോസ്, നമുക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോസിന് നമ്മൾ ധാരാളം കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ധാരാളം പേരിലോട്ട് യൂട്യൂബ് തന്നെ പുഷ് ചെയ്തെത്തിക്കും. അവരും ഇൽമു പഠിക്കും. എല്ലാവരും ഇൽമു പഠിക്കുക എന്നുള്ളതിൽ ഒരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഞാനിവിടെ കിടന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിൻ്റെ അതേ പ്രതിഫലം തന്നെ നിങ്ങൾക്കും കിട്ടും. കാരണം അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, എനിക്കും കിട്ടും. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സ്റ്റാറ്റസിലോ മറ്റുള്ള ഫാമിലി ഗ്രൂപ്പ്സിലെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്താൽ പോലും നാളെ ഈ ഒരൊറ്റ അമലിൻ്റെ പേരിലായിരിക്കാം നാളെ ആഖിറത്തിൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മദ്ദിന്റെ യാ എങ്ങനെയാണ് അറബി ഭാഷയിൽ 29 അക്ഷരങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആ വീഡിയോയിൽ പഠിക്കാനായിട്ട് തയ്യാറായിട്ടിരുന്നു. ആ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كنت كجلس